നമസ്കാരം. ഈ തമ്പനയിൽ കാണുന്ന ആ ആ, പെൺകുട്ടി അഥവാ സ്ത്രീ മഹതി, അവർ വളരെ സങ്കടത്തോടു കൂടി പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതെനിക്കൊരാൾ അയച്ചു തന്നതാണ്. അതേ നിങ്ങളോട് പറയുന്നു എന്ന് മാത്രം. അവരെ പേരൊന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല, പക്ഷെ ആ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അവരുടെ പേരൊന്നും അതിനകത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പേര് കൊടുത്താലും ഞാനത് പറയില്ല. അവർ പറയുന്ന സങ്കടങ്ങൾ കേൾക്കേണ്ടതാണ്. നബിദിനത്തോടനുബന്ധിച്ച് പള്ളിയിലുണ്ടായിട്ടുള്ള തല്ലും പിടിയും പോലീസ് കയറിയതും ലാത്തി ചാർജും, അത് ആ പെൺകുട്ടിയുടെ വാക്കുകളാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ രൂപത്തിൽ മനോവേദന ഉണ്ടാക്കിയ ഒന്നാണ്. അതിലൊരു ഒരു ഒരു കാരണം, ഞാനൊരു മദ്രസ അധ്യാപകൻ്റെ മകളാണ്. അപ്പോൾ മദ്രസ അധ്യാപകൻ്റെ വീട്ടിലാണല്ലോ ആ കുട്ടി വളരുന്നത്. മദ്രസ അധ്യാപകൻ്റെ മകളാവുമ്പോൾ വീടിനകത്തും ഉണ്ടാവും അധ്യാപകൻ്റെ സ്വഭാവം. മക്കളെ എടി എന്ന് പറഞ്ഞത് പഠിക്കുമെന്ന് പറയും. മറ്റ് മദ്രസയിൽ വന്നിട്ട് ചിലപ്പോൾ കിട്ടുള്ളൂ, നല്ല അധ്യാപകന്മാരാണെങ്കിൽ എന്തെങ്കിലും ചീത്ത പറയും, എന്തെങ്കിലും പഠിക്കാമെന്ന് ചോദിക്കുള്ളൂ. പക്ഷേ വീടിനകത്ത് മദ്രസ അധ്യാപനം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിയുടെ ഉള്ളിൽ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ് ഇസ്ലാം. അങ്ങനെയുള്ള സമയത്താണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത്. ഇസ്ലാമിൻ്റെ പേരിലുണ്ടാക്കിയിട്ടുള്ള എല്ലാ പള്ളികളെയും കുറിച്ച് പറയുന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണെന്ന്. അപ്പോൾ അള്ളാഹു വന്ന് നോക്കുന്ന സമയത്ത് അവിടെ വരുന്ന സമയത്ത് എൻ്റെമോ അള്ളാഹു ഓടിപ്പോകും. കാരണം അവിടെ അടിയുന്നല്ലേ നടക്കുന്നത്, വൃത്തികേടാ നടക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനാകുമ്പോൾ എങ്ങനെ വേണം, എപ്പോഴും തുടച്ച് മിനുക്കി വൃത്തിയാക്കി. അവിടെ ഗുരുവായൂരമ്പലത്തിൽ എന്നും പുണ്യാഹം നടത്തുന്നില്ല, അവിടെ എന്നും പുണ്യാഹം നടത്തത്തക്ക വിധത്തിൽ വല്ല ആൾക്കാരും കയറുന്നുണ്ടോ? കയറാം. മാത്രമല്ല, ആളുകൾ കയറിയതല്ല, മുസ്ലിം കയറിയാലും ക്രിസ്ത്യാനി കയറിയതല്ല, അവിടെ കയറിയിട്ട് ആളുകൾ തമ്മിൽ എടി നീ എവിടെയായിരുന്നു കുറേ നാൾ, എടി നീ അറിഞ്ഞോ മറ്റേ കാര്യം, ചിലപ്പോൾ അതിനകത്ത് വെച്ച് സംസാരം നടക്കും. ആ വാക്കുകൾ പോലും അശുദ്ധിയായിട്ട് അവിടെ വീഴുകയാണ്. അപ്പോൾ എല്ലാത്തിനും കൂടിയിട്ട് വൈകുന്നേരം ഒരു പുണ്യാഹം ഇന്നും അവിടെ നടത്താറുണ്ട് എന്നർത്ഥം. ആയതുകൊണ്ട് തന്നെ ഈ റസൂലല്ല, അള്ളാഹുവിൻ്റെ ഭവനം എപ്പോഴും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ, ഒരാൾ അവിടെ കയറി വരുന്ന സമയത്ത് ഏതാ തർക്കം ഉണ്ടാവുക അപ്പുറത്തെ ആൾ, അപ്പോൾ അയാൾ കയറി വന്നപ്പോൾ അയാൾ നോട്ടം. അതായത് ഇവിടുത്തെ മാസം കഴിഞ്ഞോട്ടെ, മാസമല്ല ഇവിടുത്തെ വെള്ളിയാഴ്ച അതുണ്ടല്ലോ, അതാണ് കഴിഞ്ഞോട്ടെ, നിന്നെ കാണിച്ചിട്ടുണ്ട്, ഇതിനെ പുറത്ത് കടന്നിട്ട് ഇത് അള്ളാഹുവിൻ്റെ ഭവനായതുകൊണ്ട് ഞാൻ നിന്നൊന്നും പറയില്ല, അതുകൊണ്ട് കഴിയട്ടെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞില്ലേ? അങ്ങനെയാവുമ്പോൾ കഴിഞ്ഞില്ലേ? കാരണം അയാളുടെ മനസ്സെന്താ, അയാളിങ്ങനെ അള്ളാഹു എന്ന് പറയുമ്പോഴും അയാളുടെ മനസ്സ് അയാളായിരിക്കും ഇയാളുടെ മനസ്സിൽ. അത് മാത്രമല്ല, അയാളുടെ മനസ്സിലും ഇയാളായിരിക്കും. അപ്പോൾ ആയതുകൊണ്ട് നോട്ടം കൊണ്ടോ പഞ്ചേന്ദ്രിയങ്ങളുടെ ചലനം കൊണ്ട് പോലും അവിടെ നിങ്ങൾ അശുദ്ധി വെക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ദിവസം മനോവേദന ഉണ്ടെങ്കിൽ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അന്ന് ദിവസം നിങ്ങൾ പള്ളിയിൽ പോകരുതെന്നേ. പള്ളിയിൽ പോകരുത്. ഭാര്യയോട് പറയാം, ഞാൻ പള്ളിയിൽ പോയിട്ട് വരട്ടെ, കാണിച്ചു തരാമെന്ന് മക്കളോടും ഭാര്യയോടെ. അപ്പോൾ ആ പള്ളിയിൽ പോക്ക് എങ്ങനെയുണ്ടായിരിക്കും? അപ്പോൾ ആയതുകൊണ്ട് അതൊക്കെ എത്ര സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെയാണ് ഹിന്ദുമതത്തിൻ്റെ മഹത്വം. അമ്പലത്തിൽ നിങ്ങൾ 10 കൊല്ലം പോയാലും 11ാമത്തെ കൊല്ലം പറഞ്ഞാൽ അവർക്ക് ആരും പ്രശ്നം, നിങ്ങളെന്താ അമ്പലത്തിൽ വരാഞ്ഞത് എന്ന് ചോദിക്കില്ല. ചോദിച്ചാൽ പോടോ ഉടന്നത് പറയുകയും ചെയ്യും. അപ്പോൾ ആയതുകൊണ്ട് തന്നെ മദ്രാസ് അധ്യാപകൻ്റെ മകളാണ് ഈ പറയുന്നത്. ഇസ്ലാം മതം ഏകദൈവ വിശ്വാസമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ ഒരു കാര്യം പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ബഹുദേവതാവാദം ഉന്നയിക്കുന്ന ഒരു മതവുമില്ല. പക്ഷേ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ വരുന്ന സമയത്ത് നാഗൂരിലും അതുപോലെ തന്നെ ഇവിടെ മറ്റേ അജ്മീറിലൊക്കെ ഈ ബഹുദേവതാവാദത്തിൻ്റെ സിസ്റ്റം അവിടെയുണ്ട്. ആരാധനകൾ, മറ്റുള്ളവർക്കും ആരാധനകളുണ്ട്, ജീവിച്ച് മരിച്ചുപോയവർക്ക് ആരാധനയുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാ മതത്തിലും പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഇസ്ലാം മതം ഏകദൈവ വിശ്വാസമാണ് മുന്നോട്ട് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ പല കാര്യങ്ങളും പറയേണ്ടി വരും. ഹിന്ദുവിനെ സൃഷ്ടിച്ചതാരാ? ഉപനിഷത്ത് സൃഷ്ടിച്ചതാരാ? വേദങ്ങൾ സൃഷ്ടിച്ചതാരാ? അതൊന്നും അള്ളാഹുവിൻ്റെ അക്കൗണ്ടിൽ പെടില്ല. അപ്പോൾ വേറെ ദൈവമുണ്ടെന്നല്ലേ വരുന്നത്. അപ്പോൾ ഇതൊന്നും ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യങ്ങളല്ല. ആകാശത്തിലും ഭൂമിയിലും വെള്ളത്തിനടിയിലുമുള്ള ഒന്നുമല്ല ഞങ്ങളുടെ കർത്താവ് യഹോവ എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നുണ്ടല്ലോ. ബ്രഹ്മസത്യം ജഗന്മിഥ്യ, ബ്രഹ്മം മാത്രമാണ് സത്യം, മറ്റൊന്നുമില്ലെന്ന് ഹിന്ദുക്കൾ പറയുന്നുണ്ടല്ലോ. പക്ഷേ അവർക്ക് അവരെക്കുറിച്ച് സംശയമില്ലാത്ത കാരണം കൊണ്ട് അവരെപ്പോഴും ഇത് ഞാൻ തന്നെയല്ലേ എന്ന് നാട്ടുകാരെ മുഴുവൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല.
ഏകദൈവ വിശ്വാസമാണ്, സമാധാനത്തിൻ്റെതാണ്, വിശുദ്ധിയുടെ മതമാണ്, പരിശുദ്ധിയുടെ മതമാണ്, പരിശുദ്ധമായിട്ടുള്ള ഖുറാൻ എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. അതിൽ സംശയം നിങ്ങൾക്കുള്ളതുകൊണ്ട് എപ്പോഴോ പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, അതിപ്പോൾ ഈ കൂട്ടരുടെ കാര്യത്തിൽ ഞാനായിട്ട് ഏറി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇസ്ലാം ഏകദൈവ വിശ്വാസമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. വിട്ടുവീഴ്ച ചെയ്യുന്നവൻ്റെ കൂടെയാണ് പടച്ച റബ്ബ് ഉണ്ടാകുക എന്ന് മതം പറയുന്നു. ക്ഷമ ഈമാൻ്റെ പകുതിയാണ്. ഈമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐശ്വര്യം, അങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. മറ്റേ സത്യസന്ധത, സമാധാനം, വിട്ടുവീഴ്ച മനോഭാവം, മറ്റുള്ളവരെ അംഗീകരിക്കൽ, നമ്മൾ ഗീതയിൽ പറയുന്ന പോലെ സർവ്വഭൂതഹിതരതി എന്നിത്യാദി അദ്വേഷ്ടം, സർവ്വഭൂതനം, മൈത്രി, കരുണ എന്നിത്യാദി കാര്യങ്ങൾ ആർക്കുണ്ടോ അയാൾക്കൊരു ഈമാൻ. അത് മുഖത്ത് കാണാമെന്നാണ് പറയുന്നത്. അതിൻ്റെ സുഖം മുഖത്ത് കാണാം, ഈമാൻ്റെ സുഖം മുഖത്ത് കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഈമാൻ്റെ ക്ഷമ ഈമാൻ്റെ പകുതിയാണെന്ന് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, നബി തിരുമേനി പഠിപ്പിച്ചിട്ടുണ്ട്. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ മതം നോക്കാതെ സഹായിക്കണമെന്ന് മനോഹരമായിട്ടുള്ള ആദർശം മുന്നോട്ട് വെച്ച മതത്തെ നാണം കെടുത്തുന്നത് കുറേ സംഘടനകൾ ചേർന്നാണ്. ഇതേ ഞാൻ പറയുന്നുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പുറത്ത് പറയുക, ഇവിടെയുള്ള ഈ മുസ്ലിം പിള്ളേരൊക്കെ എനിക്കെതിരെ വലിയ രൂപത്തിലാണ് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത്, ഒരു ഡോക്ടറാണ്, അദ്ദേഹം വിളിച്ച് സംസാരിച്ചപ്പോൾ ഈ കാര്യം ഞാൻ പറഞ്ഞത്ര മാത്രമേ ഉള്ളൂ. സംഘടനകളുടെ അടിമകളായിട്ട്. ഇപ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരു കുട്ടിയുണ്ടെന്ന് വെച്ചോളൂ, അങ്ങനെ പേര് അബൂബക്കർ എന്ന് വെച്ചോളൂ. അബൂബക്കറിയാ, സ്വാമി മുസ്ലിം ലീഗിനെ ഇഷ്ടമല്ല, എന്നെ ഇഷ്ടപ്പെടണ്ട. അപ്പോൾ അവർ എൻ്റെ പോടാന്ന് പറയുന്നത്. കാരണം മനുഷ്യരെ സ്നേഹിക്കുക. മനുഷ്യരുണ്ടാക്കിയതാണ് സംഘടനകൾ. അത് കടലാസും ഗവൺമെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യരെ സ്നേഹിക്കേണ്ടത്, മാനവികതയാണ് വേണ്ടത്. മാനവിക ഉയർത്താത്ത സംഘടന അതെന്ത് പറഞ്ഞാലും അതിനെ തള്ളിക്കളയണം അർത്ഥം. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൽ പറഞ്ഞ കാര്യം ഒന്നും കൂടി ഞാൻ പറയുകയാണ്, ക്ഷമ ഈമാൻ്റെ പകുതിയാണെന്ന് റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ മതം നോക്കാതെ സഹായിക്കണമെന്ന മനോഹരമായിട്ടുള്ള ആദർശം മുന്നോട്ട് വെച്ച മതത്തെ നാണം കെടുത്തുന്ന കുറേ സംഘടനകൾ ചേർന്നാണ്. ഏതാണ് ഈ സംഘടന? സമസ്തകൾ, മുജാഹിദ്, ജമായത്ത് ഇസ്ലാമി, മുസ്ലിം ലീഗ്, പിന്നീട് കുറേയുണ്ട്. ഇവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതാരാ പറയുന്നത്? ഈ സ്ത്രീയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ പെൺകുട്ടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പണ്ഡിതനെ സംബന്ധിച്ച്, മദ്രസ അധ്യാപകനെ സംബന്ധിച്ച് അയാൾ ചെയ്യുന്ന കേവലം ഒരു സേവനം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഉപജീവനമാർഗം കൂടിയാണത്. സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ജോലിക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഉസ്താദുമാരെ കാത്തു നിൽക്കുന്നത് മഹല്ല് കമ്മിറ്റിക്ക് ഉള്ളിലുള്ള പല വിഭാഗക്കാരാണ്. എൻ്റെ ഉപ്പ ജോലി ചെയ്തിരുന്ന മദ്രസയിലും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വിഭാഗം ഉപ്പയ്ക്ക് ഒപ്പം നിന്നു, മറ്റൊരു വിഭാഗം ഉപ്പ അവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് വാശി പിടിച്ചു. എൻ്റെ ഉപ്പാനെ പോലെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാൾക്ക് സംഘടനകൾ തമ്മിലുള്ള യുദ്ധം ചെയ്യുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്തുണ്ടായി? ഈ പ്രശ്നമുണ്ടായ ആദ്യമായിട്ട് ഈ പ്രശ്നമുണ്ടായപ്പോൾ ഒന്ന് പറഞ്ഞേ ഉള്ളൂ, അപ്പോഴേക്കും എന്തുണ്ടായി? എൻ്റെ ഉപ്പ സ്വമേധയാ രാജിക്കഴുത്തെഴുതി വെച്ച് ഇറങ്ങിപ്പോന്നു. അന്ന് എൻ്റെ അനിയൻ ജോലിയിൽ, ഈ കമ്പനിയിൽ കാണുന്ന സ്ത്രീ സ്വരൂപമാണ് പറഞ്ഞേട്ടോ, അവരുടെ പേരില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നത് എന്ന്. അപ്പോൾ ഉപ്പ ജോലി ഉപേക്ഷിച്ച്, അവരുടെ ഉപജീവന മാർഗം കൂടിയാണ്, ആ ജോലി ഉപേക്ഷിച്ച് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അന്ന് എൻ്റെ അനുജൻ ജോലിയിൽ പ്രവേശിച്ചിട്ടില്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി വീട്ടിലുണ്ടായി. സ്ത്രീധനം കിട്ടിയ സ്വർണം വിറ്റ്, കുടുംബ സ്വത്തായി കിട്ടിയ സ്ഥലം വിറ്റ് വെച്ച് വീട് വെച്ച ആളല്ല എൻ്റെ ഉപ്പ. സ്ത്രീധനം കിട്ടിയ സ്വർണം വിറ്റിട്ട് കുടുംബ സ്വത്തായി കിട്ടിയ സ്ഥലത്ത് വീട് വെച്ച ആളല്ല എൻ്റെ ഉപ്പ. മതം പറഞ്ഞ പ്രകാരം 1 രൂപ പോലും സ്ത്രീധനം വാങ്ങാതെയാണ് ഉപ്പ ഉമ്മാനെ നിക്കാഹ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കുട്ടിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. യത്തീം ആയിട്ടാണ് അദ്ദേഹം വളർന്നത്. അപ്പോൾ യത്തീം ഖാനയിലായിരിക്കും വളർന്നുണ്ടാവുക. ഔദാര്യം കൈപ്പറ്റി ജീവിക്കുന്നവർക്ക് അടിമത്വത്തിൻ്റെ വേദന അനുഭവിക്കേണ്ടി വരുമെന്ന് കുഞ്ഞുനാളിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം മറ്റുള്ളവരെ മുന്നിലേക്ക് കൈ നീട്ടാൻ മക്കളെ പറഞ്ഞയക്കാതിരുന്നത്. അധ്വാനിച്ചിട്ടാണ് വീടുണ്ടാക്കിയതും പെൺമക്കളെ കെട്ടിച്ചു വിട്ടതും മക്കളെ പഠിപ്പിച്ചതുമെല്ലാം അപ്രകാരമാണ്. ആരും മുമ്പിൽ തലകുനിക്കാതെയാണ് അത് ചെയ്തത്. ഒരു ഔദാര്യവും ഈ കാലം വരെയും എൻ്റെ ഉപ്പ കൈപ്പറ്റിയിട്ടില്ല. എൻ്റെയും അനിയത്തിയുടെയും കല്യാണത്തിന് സാമ്പത്തികമായിട്ട് സമ്മാനങ്ങൾ തന്നവർക്ക് അതിൻ്റെ ഇരട്ടി തിരിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ അതിന് ലക്കോട്ട് ഇടപാടെന്ന് പറയാം. ലക്കോട്ട് ഞാൻ കവർ, പണ്ട് ലക്കോട്ട് എന്നാണ് പറയുക അതിന്. എൻ്റെ കുട്ടിക്കാലത്ത് ഈ വീട്ടിൽ എന്നോട് തന്നെ പറയും, അച്ചുമ്മൻ്റെ അവിടെ പോയിട്ട് 2 ലക്കോട്ട് വാങ്ങിച്ചു കൊണ്ടുപോവാ. 2 പൈസയാണെന്ന് ലക്കോട്ടിനുള്ളത് ഞാൻ നല്ല ഓർമ്മയുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചു കൊണ്ടുവരും കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി ലക്കോട്ട് എന്ന് പറയാം. പിന്നെ അത് കവറായി. അങ്ങനെ അതിനാണ് ഈ ലക്കോട്ട് ഇടപാടെന്ന് പറയുക. അത് ഇങ്ങോട്ട് കിട്ടുമ്പോൾ അത് എഴുതി വയ്ക്കും.
എന്നിട്ട് അവരുടെ കല്യാണം വരുമ്പോൾ അങ്ങോട്ട് കൊടുക്കും. പെട്ടെന്ന് കല്യാണവും മുതലേക്കും വരുമ്പോൾ ഒരു സഹായം വേണമല്ലോ, അങ്ങനെ ചെയ്യാറുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഇതുപോലെ നമ്മൾ മലബാറിലേക്കും പോയി കഴിഞ്ഞാൽ അവിടെ ഒരാൾ വീട് പണിയുമ്പോൾ അവിടെ ആൾക്കാർ മുഴുവൻ ഒത്തുകൂടും. എന്നിട്ട് അവർക്ക് 10,000, 20,000, 30,000, 20,000, 10,000, 30,000 കൊടുത്ത് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് 10 ലക്ഷം രൂപ ഉണ്ടായിട്ട് ഇയാൾ വീട് പണിയും. അതിനെന്തോ ഒരു ഏറുന്ന എന്തോ പറയും, എനിക്ക് ഓർക്കുന്നില്ല. ആ പൈസയും കൊണ്ടാണ് വരുന്നത്, കയ്യിൽ പൈസയും വെച്ചിട്ടാണ് വരുന്നത്. 10-15 ലക്ഷം വന്നിട്ട് വീട് പണി നടക്കും. അതിന് അപ്പുറത്തൊരു വീട് പണി വരുമ്പോൾ ഇയാളത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ഈ പൈസ അയാൾക്ക് കൊണ്ടു കൊടുക്കും. അപ്പോൾ അന്യോന്യമൊരു പരസ്പരാശ്രയം, എല്ലാവരെയും കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതുപോലെ ലക്കോട്ട് ഇടപാടെന്ന് പറയും. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഗൃഹനാഥൻ പുതിയൊരു ജോലി ശരിയാകുന്നവരെ വീട്ടിലിരുന്നുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. ഒന്നുമില്ലാതെ ചില പള്ളി കമ്മിറ്റിക്കാർക്ക് ഒരു ധാരണയുണ്ട്, അവരുടെ വീട്ടിലെ തേങ്ങ വിറ്റ പണം കൊണ്ടാണ് ഉസ്താദുമാർക്ക് ശമ്പളം കൊടുക്കുന്നതെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് മഹല്ല് കമ്മിറ്റികൾ. ആരുടെയും ഔദാര്യത്തിലല്ല ഈ പണ്ഡിതന്മാർ കൈപ്പറ്റുന്നത്, ജോലി ചെയ്ത പൈസയാണ് അവർക്ക് കിട്ടുന്നത്. പക്ഷേ അത് നൽകുന്നതോ ഈ കമ്മിറ്റിക്കാരുടെ വീട്ടിൽ നിന്ന് പിരിവെടുത്തിട്ടല്ല. ഓരോ വീട്ടിൽ നിന്നും കൃത്യമായിട്ട് അതിന് മാന്യമായിട്ടുള്ള രീതിയിൽ പിരിവ് നടത്തുന്നുണ്ട്. മദ്രസ കുട്ടികളുടെ ഫീസ് അടക്കം അതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ ഈ കമ്മിറ്റിക്കാർ എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നതെന്ന് അറിയില്ല. സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോല് അവരുടെ കയ്യിലാണെന്ന് അവർ സ്വയം വിചാരിക്കുന്നു. ഇതെല്ലായിടത്തും ഉണ്ടാകുന്ന പ്രശ്നമാണ്. ഇവിടെ ഹിന്ദു മതത്തിനകത്താണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും അതുപോലെ മുസ്ലിങ്ങളാണെങ്കിലും ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ ഇടനിലക്കാരനില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അമ്പലം നോക്കി സംരക്ഷിക്കേണ്ട കാര്യങ്ങൾ അമ്പലം നോക്കുന്നു, വെള്ളമൊഴിച്ച പ്രതിമയ്ക്കും കൃത്യമായിട്ട് എല്ലാം ചെയ്യുന്നു. അതിൽ നമ്മൾ പൂജാരി എന്ന് വിളിക്കുന്നു, പൂജാരിയെ പൂജാവിധികൾ പഠിപ്പിക്കുന്നു, കാലസമയത്ത് വേണ്ടുന്ന മാറ്റങ്ങൾ വരുത്തുന്ന മേജർ പൂജാരിയെ നമ്മൾ തന്ത്രി എന്ന് വിളിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, അവർ ദൈവങ്ങളായി. ദൈവം എന്തായി, ഒരു കല്ലായി മാറി. ഇവരാണ് പിന്നെ ദൈവങ്ങൾ. ശബരിമലയിലൊക്കെ അത് കണ്ടതാണല്ലോ, ദൈവത്തിൻ്റെ സ്വരൂപം പിന്നെ ജയിലിൽ കിടന്നു. അതന്നെ അതൊക്കെ ദൈവം സമയത്ത് അത് ഒരു ബൃഹത്ത് മഹത്വമായ ശക്തിയുണ്ട്, അത് വേണ്ടുന്ന സമയത്ത് ആ തന്ത്രം പ്രയോഗിക്കും. ഇപ്പോൾ പയൽ കിടന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കില്ലേ, അപ്പോൾ എന്തോ ആവട്ടെ, നാണം കെട്ടില്ലേ ആ കുടുംബം മുഴുവൻ. മറ്റേ ശബരിമലയിലത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കമ്മിറ്റിക്കാർ ധരിച്ചു വെച്ചിട്ടുള്ളത് ഞങ്ങളാണ്, മുസ്ലിം സമുദായം തന്നെ പറയും ഇവരേക്കും ധാരണ ഇവർ അള്ളാഹുവിൻ്റെ ബാപ്പമാരാണ് അവരുടെ ധാരണ. ഏതായാലും ഇതാണ് കമ്മിറ്റിക്കാരുടെ പ്രശ്നം, അതാണ് ഇസ്ലാം സമൂഹത്തിൻ്റെയും പ്രശ്നം. പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾ തലയിൽ തട്ടമിടാതെ അങ്ങാടിയിലൂടെ നടന്നാൽ ആ മഹലിൽ വെച്ച് ആ കുട്ടിയുടെ വിവാഹബന്ധം നടക്കാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അവർ നോട്ടം വയ്ക്കുന്ന അർത്ഥം. എന്നാലോ പള്ളിയെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന കോടീശ്വരൻ്റെ മകന് ദീനിനെ ധിക്കരിച്ച് എന്ത് പേക്കൂത്തും നടത്താം. ഈ സമയത്ത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. നമ്മളെ നെറ്റിയിൽ കറുത്ത പൊട്ട് മറ്റേ പാട് കണ്ടില്ലെങ്കിൽ അവർക്കിഷ്ടമല്ല. അവർ താടി വെച്ച് മീശ കളഞ്ഞാൽ ഇതൊക്കെയാണ് ഓരോ രീതികളാണ്. അതൊന്നും ഇല്ലെങ്കിൽ ഇഷ്ടമല്ല. മമ്മൂട്ടിയോട് മിണ്ടുമില്ല. വലിയ കോടീശ്വരന്മാരായിട്ടുള്ള ബിസിനസ്സുകാരുണ്ട്, അവരെന്തെങ്കിലും മിണ്ടില്ല. പാവപ്പെട്ട പെൺകുട്ടികൾ അല്ലെങ്കിൽ പാവപ്പെട്ട ആൺകുട്ടികൾ എന്തെങ്കിലും തട്ടൊന്ന് മാറിക്കിടന്ന് ഉടനെ തന്നെ അവളെ നോട്ടം വെച്ചു. അതാണിപ്പോൾ ഇവിടെ പറയുന്നത്. ഏതായാലും പള്ളിയെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന കോടീശ്വരൻ്റെ മകന് ദീനിനെ ധിക്കരിച്ച് എന്ത് പേക്കൂത്തും നടത്താം. അത് ചോദ്യം ചെയ്യാൻ ഇവന്മാർക്ക് ധൈര്യമില്ല. പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഈ പെൺകുട്ടി ഞാൻ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്, ഞാൻ പറയുന്നു ആ പെൺകുട്ടി. ഇസ്ലാം ഏകദൈവ മതമാണ്, പക്ഷേ ഇതിനകത്ത് നല്ലൊരു ശതമാനം ജാതീയതയുണ്ട്. AP, EK, സുന്നി, മുജാഹിദ്, ജമായത്ത്, ഓസാന്മാർ, അങ്ങനെ. തമാശ എന്തെന്നാൽ ഈ ആശയങ്ങളൊന്നും മതം മുന്നോട്ട് വെച്ചിട്ടില്ല എന്നുള്ളതാണ്. ദീന് പഠിപ്പിക്കുന്നതും ദീനിൽ നിന്ന് പഠിച്ചതുമല്ല സംഘടനക്കാരും മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ. അങ്ങനെയാണെങ്കിൽ പല സംഘടനയുടെ ആവശ്യമില്ലല്ലോ. ജമായത്ത് ഇസ്ലാമി, മുജാഹിദ്, ലീഗ്, സമസ്തകൾ തമ്മിൽ അടികൂടുക. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഏകദൈവമാണ് അള്ളാഹു മാത്രം, പ്രവാചകൻ ഒരാൾ മാത്രം, ഖുറാൻ ഒന്ന് മാത്രം, 2 ഖുറാനില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ 2-3 ഗ്രൂപ്പുകളെന്നൊരു ചോദ്യമുണ്ട്. അതുതന്നെയാണ് ഈ കുട്ടി ഇവിടെ ചോദിച്ചത്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ ആശയങ്ങളൊന്നും മതം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളല്ല. ദീന് പഠിപ്പിക്കുന്നതും ദീനിൽ നിന്ന് പഠിച്ചതുമല്ല സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ. അവർക്ക് അവരുടെ സംഘടനകളുടെ കെട്ടുറപ്പ് മാത്രമാണ് അവർക്ക് വരുന്നത്. ആ സംഘടനകളുടെ നേതാക്കന്മാരെ അവർ ആരാധിക്കുന്നില്ലേ എന്നൊരു സംശയം പോലും തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. സത്യമല്ലേ? അള്ളാഹുവിനെ ധിക്കരിച്ചാലും ഇപ്പോൾ ഇവർക്ക് പ്രശ്നമല്ല, പ്രവാചകനെ ധിക്കരിച്ചാലും പ്രശ്നമല്ല.
ഒരു പാണക്കാട്ടുകാരനെയോ അല്ലെങ്കിൽ സമസ്തയുടെ നേതാക്കന്മാരെ അങ്ങനെ വെച്ചാൽ കടന്നലുകൾ പോലെ വന്നിട്ടാണ് കുത്തുന്നത്. അപ്പോൾ അവരാരെ ആരാധിക്കുന്നത്? വഴി തെറ്റിപ്പോയില്ലേ അവർക്കെല്ലാം? ഇത് തന്നെയാണ് ഇവിടെ ഈ പെൺകുട്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ പ്രസ്താവനയിൽ കൂടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളതാണ്. ഈ പറയുന്ന സംഘടനകളുടെ നേതാക്കന്മാരെ ആരാധിക്കുന്നുണ്ട് വാസു, സത്യമാണത്. മദ്രസാധ്യാപകന്മാരെ യാതൊരു കാരണങ്ങളും കൂടാതെ, എന്നാലോ ആർക്കും ബോധ്യപ്പെടാത്ത കാരണങ്ങൾ നികത്തിക്കൊണ്ട് പെട്ടെന്ന് പുറത്താക്കുന്ന രീതി ഈ സംഘടനകളുടെ പോരായ്മയാണ്. ഉസ്താദുമാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്തൊരു കൂട്ടരുണ്ട്. ഉസ്താദ് എന്നുള്ള പേര് പോലും ആ വേഷവും കാണുന്ന സമയത്ത് അരിച്ചു കയറുന്ന കുറേ ആളുകളുണ്ട്. അവർ തൊട്ടനും പിടിച്ചതിനും ഉസ്താദുമാരുടെ അടുത്ത് കയർത്ത് സംസാരിക്കുന്നു. ഞാൻ പല മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഉസ്താദുമാരാണ് ഇസ്ലാം നശിപ്പിച്ചത്, സന്യാസിമാരാണ് ഹിന്ദുമതം നശിപ്പിച്ചതെന്ന് ഹിന്ദുക്കൾ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ. ചിലർക്ക് കുട്ടികളെ അടിച്ചു പഠിപ്പിക്കാനാണ് ഇഷ്ടം. അതുപോലെ മറ്റു ചില രക്ഷിതാക്കളുടെ കുട്ടികൾ ക്ലാസ്സിൽ നിന്ന് എത്ര അലമ്പുണ്ടാക്കിയാലും പഠിക്കുന്ന കുട്ടികളെ ശല്യം ചെയ്താൽ പോലും ഒന്ന് കണ്ണുരുട്ടി നോക്കാൻ പോലും പേടിയാണ്. അഥവാ അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എന്തായിരിക്കും? ചിലപ്പോൾ തെരുവിൽ വെച്ച് ഉസ്താദിന് അടിയും കിട്ടും. ഉസ്താദുമാർക്ക് ശരിക്കും ഒരു കൂട്ടായ്മ വേണം. ഇനി അതും കൂടെ വേണ്ടോ? മറ്റേ ലൈംഗിക തൊഴിലാളികൾക്ക് വരെ കൂട്ടായ്മയായി. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാനും ജോലി സ്ഥലത്ത് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ പരിഹരിക്കപ്പെടാനും തീർച്ചയായിട്ടും ഒരു യൂണിയൻ ഉണ്ടാകേണ്ടതാണ്. എങ്കിലും ഒരു പരിധി വരെ ഇത്തരം കൊള്ളരുതായ്മകൾ നിയന്ത്രിക്കാം. ശരിയാണത്. ഒരു സ്ഥലത്ത് താമ്പോടോ എന്നത് അവിടെ വേണ്ട എന്ന് പറഞ്ഞാൽ അയാളത് ആലോചിച്ചു, അയാൾ വീട്ടിലേക്കാണ് പോകുന്നത്. അയാളുടെ ഏക വരുമാനം ഈ ഉസ്താദിൻ്റെ പണിയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. അതുകൊണ്ട് സുപ്രഭാതത്തിൽ ഇല്ലാണ്ടായി മാറിയാലോ. അപ്പോൾ അവർക്കും വേണമല്ലോ ഒരു കൂട്ടായ്മ. അതാണ് ഈ പെൺകുട്ടി പറയുന്നത്. പുണ്യ റസൂലിൻ്റെ ജന്മദിനത്തിൻ്റെ അന്ന് തന്നെ പള്ളിയിൽ സംഘർഷം ഉണ്ടാക്കുകയും ബൂട്ട് ധരിച്ച പോലീസിനെ മസ്ജിദിനകത്ത് കയറ്റുകയും ചെയ്തപ്പോൾ ആ കുട്ടി സങ്കടത്തോട് ചോദിക്കുന്നൊരു കാര്യമാണ്, ഇപ്പം നിങ്ങൾക്ക് സമാധാനമായില്ലേ? സന്തോഷമായില്ലേ ചേട്ടാ? സന്തോഷമായില്ലേ? ഇതൊക്കെ കണ്ട് ഹൃദയം വേദനിക്കുന്ന യഥാർത്ഥ മുസ്ലിങ്ങളുടെ വേദന ആ കുട്ടി പറയുകയാണ്, ഞാൻ ആരോടും പറയുന്നില്ല, അത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുത്തു. എൻ്റെ അഭിപ്രായത്തിൽ സമസ്ത നേരിട്ട് ഉസ്താദുമാരെ നിയമിക്കണം. രക്ഷിതാക്കൾക്കും കൂടെ ബോധ്യപ്പെട്ട കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ മദ്രസ അധ്യാപകന്മാരെ സ്ഥലം മാറ്റാൻ പാടുള്ളൂ എന്നൊരു നിബന്ധന സമസ്ത കൊണ്ടുവരണം. ഇതൊന്നും നടക്കാൻ പോണ കാര്യമല്ല കേട്ടോ. അവർ സമസ്തയുടെ മുൻനിരയിൽ വന്നാൽ പിന്നെ അവരെ കയ്യിൽ ചങ്ങലയാണ് മറ്റുള്ളവരെ കഴുത്തിലിടാൻ വേണ്ടിയിട്ട്. അവർക്ക് അടിമകളെയാണ് വേണ്ടത് എന്നർത്ഥം. മുഴുവൻ മഹല്ല് നിവാസികളുടെയും അഭിപ്രായങ്ങൾ ചോദിച്ചു വേണം ആ കമ്മിറ്റിയിൽ നിന്ന് അഥവാ പള്ളിയിൽ നിന്ന് അഥവാ മദ്രസയിൽ നിന്ന് പണ്ഡിതന്മാരെ നിയമിക്കുന്നതും പിരിച്ചുവിടുന്നതും എല്ലാം. അല്ലാതെ ഇതൊന്നും ആരുടെയും തറവാട്ട് വകയായിട്ട് നോക്കിക്കൊണ്ട് വയ്ക്കരുത് എന്നർത്ഥം. അതൊന്ന് ഓർത്താൽ നല്ലത്. ഉസ്താദുമാരുടെ ശമ്പളവും നിയമനവും സമസ്തയുടെ കീഴിലായാൽ എല്ലാത്തിനും ഒരു അടക്കവും ചിട്ടയും ഉണ്ടാകും എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതിനൊരു തിരുത്തുണ്ട്. സമസ്ത അതിനൊരു ചിട്ടയും മട്ടം ഉണ്ടാവണ്ടേ? അതിനൊരു ചിട്ടയും മട്ടം ഉണ്ടാവണ്ടേ? അതാണ് സമസ്ത കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കുക എന്നർത്ഥം. അപ്പോൾ എനിവേ ആ കുട്ടിയുടെ അഭിപ്രായം പറഞ്ഞു. ഒരുപാട് മുസ്ലിം സാധാരണക്കാർക്ക് ഈ ഒരു കാര്യത്തിൽ, ഈ പള്ളിയിൽ നടന്ന അടിയുടെ കാര്യത്തിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരം കാര്യങ്ങളുണ്ടാവുന്ന സമയത്ത് അവിടെ 10 ആൾ തല്ലി കഴിഞ്ഞാൽ 100 ആൾ 500 പേരെ തല്ലിയെന്നായിരിക്കും പുറത്തു വരുന്ന ന്യൂസുകൾ. നല്ലൊരു സെൻസേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ആരോർക്കണം? ഇങ്ങനത്തെ കാര്യങ്ങൾ ഇത്തരം സ്ഥലങ്ങളിൽ വെച്ച് ചെയ്യുന്ന ആൾക്കാരെ ഓർത്താൽ നല്ലത്. അത് ഈ മതത്തിൻ്റെ കാര്യമല്ല, എല്ലാ മതത്തിൻ്റെ കാര്യത്തിലായിട്ട് എല്ലാവരുടെ കാര്യത്തിലായിട്ട് ഇനി പറയുന്നത്. എനിവേ, നമസ്കാരം.